Hi students, we will evolution and the chapter start. So, genetics and evolution and the unit last chapter and we have to finish this chapter also. Baki rendu chapters we already completed. So, idoda kazhinjal aa unit as such completed aayi alle. So, NCERT ile evolution കാണുമ്പോൾ normally നിങ്ങൾക്ക് വരുന്ന ഒരു doubt ആണ് എന്തിനാണ് ഈ geneticsന് ശേഷം evolution എന്ന് പറഞ്ഞ chapter കൊടുത്തേക്കുന്നത്? What is the connection in between these two? ഇവർ തമ്മിൽ എന്താണ് ബന്ധം? ഒറ്റൊരു ആൻസറേ ഉള്ളൂ. നമ്മൾ ജീൻസ് എന്താണെന്ന് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ evolution വായിക്കുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിടികിട്ടത്തുള്ളൂ. ദാറ്റ് മീൻസ് ഇവല്യൂഷനിൽ പറയുന്ന പല കോൺസെപ്റ്റ്സും ജീൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരിക. ഇവല്യൂഷൻ ആസ് സച്ച് ജീൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. അത് നിങ്ങൾക്ക് പോകെ പോകെ മനസ്സിലാകും. അത്രയേ ഉള്ളൂ കാര്യം. ഈ ഇവല്യൂഷൻ എന്ന ടേം ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പിക്ചർ വരുന്നുണ്ട്, എൻ്റെ മനസ്സിലും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്ത് പിക്ചറാണ് വരുന്നത്? കുറച്ച് മങ്കീസിനെ കാണിച്ചിട്ട് അവസാനം ഹ്യൂമൻ ബീങ്ങിനെ വെച്ചിട്ടുള്ളൊരു പിക്ചർ അല്ലേ? ഹ്യൂമൻ ഇവല്യൂഷൻ, ഹ്യൂമൻ പരിണാമം കാണിക്കുന്ന ആ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നില്ലേ ഇവല്യൂഷൻ എന്ന് പറയുമ്പോൾ? അത് തന്നെയാണ് എൻ്റെ മനസ്സിലേക്കും വരുന്നത് കേട്ടോ. അതവിടെ കിടക്കട്ടെ. ഇവല്യൂഷനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഹൗ ഡു വി ഡിഫൈൻ ഇവല്യൂഷൻ? പല ഡെഫിനിഷൻസ് പല റെഫറൻസസിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എല്ലാം പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒറ്റ ഒരു കാര്യമാണ്, ഇറ്റ് ഈസ് എ ചേഞ്ച്. ഇവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ചേഞ്ച് ആണ്. ചേഞ്ച് ഇൻ വാട്ട്? എവിടെയാണ് ചേഞ്ച് നടക്കുന്നത്? നമ്മുടെ ജീൻസിലാണ്. അതാണ് കാര്യം. അതുകൊണ്ടാണ് ജനറ്റിക്സും ഇവല്യൂഷനും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. സോ ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ദ ജനറ്റിക് കോമ്പോസിഷൻ അല്ലെങ്കിൽ ജനറ്റിക് മേക്കപ്പ് ഓഫ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിലെ ജനറ്റിക് കോമ്പോസിഷനിലുള്ള ചേഞ്ച് ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ അക്യുമുലേറ്റ് ഓവർ മെനി ജനറേഷൻസ്. കുറേ ജനറേഷൻസിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ഫൈനലി പുതിയൊരു സ്പീഷീസ് ഫോം ചെയ്യുന്നു. അതാണ് ഇവല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ചേഞ്ച് അല്ലേ? ഒരു ചേഞ്ച് ആണ്. എന്തിലുള്ള ചേഞ്ച് ആണ്? നമ്മുടെ ജനറ്റിക് കോമ്പോസിഷനിലുള്ള ചേഞ്ച് ആണ്. അത് കുറേ ജനറേഷൻസിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും, എന്നിട്ട് പുതിയൊരു സ്പീഷീസ് ഫോം ചെയ്യും. ആൻഡ് ഇതൊരു സഡൻ പ്രോസസ്സ് അല്ല, ടൈം എടുത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. സോ വി ക്യാൻ സേ ദാറ്റ് എവല്യൂഷൻ ഈസ് എ ഗ്രാജുവൽ പ്രോസസ്സ്. ഒറ്റൊരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ആഴ്ചകൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ കുറച്ച് വർഷങ്ങൾ കൊണ്ടോ നടക്കുന്ന ഒരു മെക്കാനിസം അല്ല എവല്യൂഷൻ. മില്യൺസ് ഓർ ബില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും ഈ ഒരു പ്രോസസ്സിലേക്ക് വരാൻ, ഇവല്യൂഷൻ നടക്കാൻ വേണ്ടിയിട്ട് അല്ലേ? സോ യു ഹാവ് ടു ആഡ് ദിസ് പോയിന്റ് ഓൾസോ. ഇവല്യൂഷനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇവല്യൂഷൻ ഈസ് എ ഗ്രാജുവൽ പ്രോസസ്സ്. ഗ്രാജുവലി നടക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ. ആൻഡ് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ, ഈ ചാപ്റ്ററിൽ തുടക്കത്തിൽ കൊടുത്തേക്കുന്ന പാരഗ്രാഫിൽ ഒരു ടേം നോട്ട് ചെയ്തിട്ടുണ്ട്, ഇവല്യൂഷണറി ബയോളജി. അതുകൂടെ ഒന്ന് നോക്കിക്കോ. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഓഫ് ലൈഫ് ഫോംസ് ഓൺ എർത്ത്. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഓഫ് ലൈഫ് ഫോംസ് ഓൺ എർത്ത്. ഇനി ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയാത്ത, ആ ഒരു പാരഗ്രാഫിൽ പറയാത്ത രണ്ട് കാര്യങ്ങളൂടെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഈ ഇവല്യൂഷൻ എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റ് കേട്ടോ, ആരാണ്? ചാൾസ് ലയൽ. ആൻഡ് ഫാദർ ഓഫ് എവല്യൂഷൻ, അതിൽ വലിയ ഡൗട്ടൊന്നും ഉണ്ടാവില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, ചാൾസ് ഡാർവിൻ ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് എവല്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് കഥയിലേക്ക് വരാം, നമ്മുടെ യഥാർത്ഥ സ്റ്റോറിയിലേക്ക് വരാം അല്ലേ? ഇവല്യൂഷനിൽ നമ്മൾ പഠിക്കുന്ന ഒറിജിൻ ഓഫ് ലൈഫ്, ലൈഫ് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു, എന്നിട്ട് ഈ ലൈഫ് ഡൈവേഴ്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിട്ട് എങ്ങനെ ഇവോൾവ് ചെയ്തു. നമ്മളിപ്പോൾ കാണുന്ന ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയില്ലേ, അതെങ്ങനെ ഫോം ചെയ്തു, അങ്ങനെയുള്ള കുറച്ച് കഥകളാണ് നിങ്ങൾക്ക് ഇവല്യൂഷനിൽ പഠിക്കാനുള്ളത്. ഓക്കെ. ആൻഡ് ഈ ഒരു ടോപ്പിക്, ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ടോപ്പിക് ഭയങ്കര കോംപ്ലക്സിറ്റി നിറഞ്ഞൊരു ടോപ്പിക്കാണ്, ഭയങ്കര കോംപ്ലക്സ്ഡ് ആണ് കേട്ടോ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് കോൺട്രോവേഴ്സ്യൽ ടു. കോൺട്രോവേഴ്സ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പം ഒരു പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ട് പറയാനായിട്ട് പറ്റില്ല ഇങ്ങനെയാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത്. ഞാൻ കുറേ കഥകളൊക്കെ ഉണ്ടാക്കിയിട്ട് പറയാണ് ഇങ്ങനെയാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തതെന്ന്. എനിക്ക് ചുമ്മാ വിളിച്ചു പറയാൻ പറ്റത്തില്ല, ബിക്കോസ് സ്റ്റിൽ കോൺട്രോവേഴ്സീസ് എക്സിസ്റ്റിംഗ് അബൌട്ട് ദിസ് ടോപ്പിക്, ഒറിജിൻ ഓഫ് ലൈഫിനെ കുറിച്ച്. ആൻഡ് ഇപ്പോഴും റിസർച്ചസ് നടക്കുന്ന ഒരു ഏരിയ ആണിത് അല്ലേ, എപ്പോഴും സ്റ്റഡീസ് നടക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഇവല്യൂഷൻ അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് ലൈഫ് എന്നൊക്കെ പറയുന്നത്. ആൻഡ് കോൺട്രോവേഴ്സി നടക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, രണ്ട് ഏരിയാസ് ആണ്, രണ്ട് അപ്രോച്ചസ് ആണ് നിലവിലുള്ളത് ടു എക്സ്പ്ലെയിൻ ദ ഒറിജിൻ ഓഫ് ലൈഫ്. ലൈഫ് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് രീതിയിലുള്ള അപ്രോച്ചസ് ആണ് നിലവിലുള്ളത്. ഒന്ന് ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈൻ ആണ്, മറ്റത് ക്രിയേഷനിസം എന്ന് പറയും. ഇൻ്റലിജൻറ്റ് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒരു സയൻറ്റിഫിക് വേയിലൂടെ വി ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ ദ ഒറിജിൻ ഓഫ് ലൈഫ്. മറ്റത് ക്രിയേഷനിസം ആണെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ഒരു ഡിവൈൻ ഫോർമേഷൻ ആണ് അവിടെ പറയുന്നത്. എന്താ? ഗോഡ് ഹാസ് ക്രിയേറ്റഡ് എർത്ത്, ഗോഡ് ഹാസ് ക്രിയേറ്റഡ് ദ ലൈഫ്, അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ പവർ അല്ലേ, അതാണ് ലൈഫ് ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുന്ന ഒരു കാര്യം. ദാറ്റ് ഇസ് ക്രിയേഷനിസം. അപ്പോൾ
ഞങ്ങളിനി ഇത് ഏതാണ് പഠിക്കേണ്ടത്? നിങ്ങൾക്ക് വരുന്ന കൺഫ്യൂഷൻ ആണ് അല്ലേ? നിങ്ങളൊക്കെ സയൻസ് സ്റ്റുഡൻസ് ആണല്ലേ, നിങ്ങൾ സയൻസ് ഇഷ്ടപ്പെട്ട് അതിൽ നിങ്ങളുടെ 100% ട്രസ്റ്റ് കൊടുത്ത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി, അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അതിലേക്ക് എടുത്ത് ചാടിയവരാണ്. സോ നിങ്ങൾ പഠിക്കുന്നത് ഈ ഇന്റലിജന്റ് ഡിസൈൻ ആണ് എന്ന് പറഞ്ഞാൽ സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഫോർ ദ ഒറിജിൻ ഓഫ് ലൈഫ്, അതിലൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് റിലീജിയനിൽ പെട്ടവരാണെങ്കിലും നിങ്ങളുടെ റിലീജിയസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, ആ കോൺസെപ്റ്റ്സ് ഒക്കെ ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചേക്കുക. എപ്പോഴാണ്? ഈ ചാപ്റ്റർ പഠിക്കാനായിട്ട് വരുമ്പോൾ, ഇവല്യൂഷൻ പഠിക്കാനായിട്ട് വരുമ്പോൾ, വി ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ ദ ഒറിജിൻ ഓഫ് ലൈഫ് ഇൻ എ സയന്റിഫിക് വേ. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇന്റലിജന്റ് ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ വിൽ സ്റ്റാർട്ട് ദ ഒറിജിൻ ഓഫ് ലൈഫ്. നമുക്ക് ഒറിജിൻ ഓഫ് ലൈഫ് പറയണമെങ്കിൽ, എങ്ങനെയായിരുന്നു ലൈഫ് ഒറിജിനേറ്റ് ചെയ്ത് എന്നുള്ള ആ ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോകണമെങ്കിൽ, വി ഷുഡ് ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ദ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. യൂണിവേഴ്സ് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് ആദ്യം പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റഡീസ് അനുസരിച്ച് ആദ്യം ഒറിജിനേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സ് ആണ്, ആൻഡ് ദെൻ കംസ് ദ എർത്ത് ആൻഡ് ദെൻ ദ ലൈഫ്. സോ ഫസ്റ്റ് യൂണിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നു, അതിനുശേഷം എർത്ത് ഫോം ചെയ്യുന്നു, അതിനുശേഷം ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നു. അതായത് എർത്തിൽ ലൈഫ് സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളൊക്കെ വന്നതിന് ശേഷം ആണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, ആൻഡ് ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ ഒറിജിൻ ആണെങ്കിലും എർത്തിൻ്റെ ഒറിജിൻ ആണെങ്കിലും ലൈഫിൻ്റെ ഒറിജിൻ ആണെങ്കിലും ഓരോ കാലഘട്ടങ്ങളിലായിട്ട് കുറേ തിയറീസ് പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പല തിയറീസും നമ്മൾ റിജക്റ്റ് ചെയ്തു, നമുക്ക് അക്സെപ്റ്റബിൾ അല്ല, നമ്മൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ചില തിയറീസ് ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് തിയറീസ് ആണ് NCERTയുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഈ ഒറിജിൻ ഓഫ് ലൈഫ് അല്ലെങ്കിൽ എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ആ ഒരു ടോപ്പിക്ക് ഒരു കടൽ പോലെ കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ അരച്ചു കലക്കി ഒരു ക്യാപ്സൂൾ പരുവത്തിനാണ് NCERT ഇട്ട് തന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അതൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സിൽ മനസ്സിലാക്കിക്കോളും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി എന്നാണ് NCERT പറയുന്നത്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ബിഗ് ബാങ് തിയറി. അപ്പോൾ എപ്പോഴും ഒറിജിൻ ഓഫ് ലൈഫ് പറയുമ്പോൾ നമ്മൾ ബിഗ് ബാങ് തിയറിയിലാണ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ബിഗ് ബാങ് തിയറി എന്താണത് പറയുന്നത്? യൂണിവേഴ്സിൻ്റെ ഒറിജിൻ ആണ് പറയുന്നത്. എന്താണ് ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ? എ ഹ്യൂജ് എക്സ്പ്ലോഷൻ. അപ്പം ഞാനൊരു ചെറിയ വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു ഈ ചാപ്റ്റർ ക്ലാസ്സസ് എടുക്കുന്നതിന് മുന്നേ. ഒറിജിൻ ഓഫ് ലൈഫിൻ്റെ ചെറിയൊരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പം അത് കണ്ടു കഴിഞ്ഞിട്ട് ഒരു 5-6 മിനിറ്റേ ഉള്ളൂ കേട്ടോ. അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ക്ലാസ്സസിലേക്ക് വരുവാണെങ്കിൽ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടും. ഇനി അത് കണ്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, കണ്ടാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞു മാത്രം കേട്ടോ. സോ ഈ ബിഗ് ബാങ് തിയറി പറയുന്നത് യൂണിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്ത ഒരു ഹ്യൂജ് എക്സ്പ്ലോഷനിലൂടെയാണ് എന്നതാണ്. ആ ഹ്യൂജ് എക്സ്പ്ലോഷനാണ് നമ്മൾ ബിഗ് ബാങ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ തുടക്കത്തിൽ ഇൻ ദ വെരി ബിഗിനിങ് ഈ യൂണിവേഴ്സിൻ്റെ മൊത്തത്തിലുള്ള എനർജി ഒറ്റ ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. ഈ എനർജിക്ക് പിന്നെ എന്ത് സംഭവിച്ചു? ആ ഹ്യൂജ് എക്സ്പ്ലോഷനിലൂടെ അതങ്ങ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയി അങ്ങനെ യൂണിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ബിഗ് ബാങ് തിയറി പറയുന്നത് കേട്ടോ. ആൻഡ് ഇത് എപ്പോഴാണ് നടന്നത്? 13.7 ബില്യൺ ഇയേഴ്സ് എഗോ. ഇത്രയും വർഷങ്ങൾക്ക് മുന്നെയാണ് നടന്നത്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിൻ്റെ ഏജ് വേണമെങ്കിൽ നമുക്ക് 13.7 ബില്യൺ ഇയേഴ്സ് എന്ന് പറയാം. പക്ഷേ NCERTയിൽ കൊടുത്തിരിക്കുന്ന 20 ബില്യൺ ഇയേഴ്സ് എന്നാട്ടോ. ഞാൻ ഈ 13.7 മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല, ബിക്കോസ് നമ്മുടെ റീസെൻറ്റ് സ്റ്റഡീസൊക്കെ അനുസരിച്ചിട്ട് 13.7 ബില്യൺ ഇയേഴ്സ് എഗോ യൂണിവേഴ്സിൻ്റെ ഒറിജിൻ പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മാറ്റാത്തത്. നിങ്ങൾ NCERTയിൽ പറഞ്ഞിട്ടുള്ള ആ കണക്ക് തന്നെ പഠിക്കുക, 20 ബില്യൺ ഇയേഴ്സ് എഗോ. ആൻഡ് ഈ യൂണിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്ത് എത്രയോ ബില്യൺ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ്, ഏകദേശം 9 ബില്യൺ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് സോളാർ സിസ്റ്റം ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ എർത്ത് ഉൾപ്പെടുന്ന സോളാർ സിസ്റ്റം ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന യൂണിവേഴ്സിൻ്റെയും എർത്തിൻ്റെയും അല്ലെങ്കിൽ ലൈഫിൻ്റെയൊക്കെ ഒരു കണക്ക് എത്ര വർഷം മുന്നേ ആണ്? യൂണിവേഴ്സിൻ്റെ ഏജ് പറയുന്നുണ്ട്, എർത്തിൻ്റെ ഏജ് പറയുന്നുണ്ട്, ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് എപ്പോഴാണല്ലോ ആ ഒരു മില്യൺ ഇയേഴ്സ് കണക്കുണ്ടല്ലോ, അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് 13.7 തന്നെയാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ഞാൻ അത് മാറ്റൂല കേട്ടോ, നിങ്ങളത് 20 ആയി പഠിക്കുക, NCERTയിൽ കൊടുത്തിട്ടുള്ളതല്ലേ, അപ്പോൾ അതങ്ങനെ തന്നെ പഠിക്കുക. ഒറിജിൻ ഓഫ് എർത്ത് 4.6 ബില്യൺ ഇയേഴ്സ് എഗോ. എർത്ത് ഒറിജിനേറ്റ് ചെയ്ത് എപ്പോഴാണ്? 4.6 ബില്യൺ ഇയേഴ്സ് എഗോ. NCERTയിൽ 4.6 എന്ന് കൊടുത്തിട്ടുണ്ട്, സോറി 4.5 എന്നാണ് കൊടുത്തേക്കുന്നത്. ചെറിയ ചില വേരിയേഷൻസ് വരാം പല റെഫറൻസ് ബുക്കിലും. 4.5, 4.6, 4.7 ഇങ്ങനെയൊക്കെ വേരി ചെയ്ത് പോകാം കേട്ടോ. ആൻഡ് ഒറിജിൻ ഓഫ് ലൈഫ് കൊടുത്തേക്കുന്നത് 4 ബില്യൺ ഇയേഴ്സ് എഗോ എന്നാണ് കൊടുത്തേക്കുന്നത്. NCERTയിലും അത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. 3 to 4 ആണ് പറയാറുള്ളത് കേട്ടോ ഒറിജിൻ ഓഫ് ലൈഫ്. പറഞ്ഞ സ്ഥിതിക്ക് അതുകൂടെ പറഞ്ഞേക്കാം, 3 to 4. ചില റെഫറൻസ് ബുക്സിൽ നിങ്ങൾക്ക് 3.5 എന്ന് കാണാം, 3.7 എന്ന് കാണാം, to 4 വരെ കാണാറുണ്ട്. ഓക്കെ,
അപ്പോൾ യൂണിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്ത് എങ്ങനെയാണ്? ബിഗ് ബാങ്ങിലൂടെ, ഹ്യൂജ് എക്സ്പോഷനിലൂടെ. അപ്പോൾ ഒറ്റൊരു പോയിന്റിൽ കോൺസെൻട്രേറ്റഡ് ആയിരുന്ന എനർജി ഡിസ്ട്രിബ്യൂട്ടഡ് ആകുന്നു. എനർജി പിന്നെ മാറ്റർ ആയിട്ട് മാറുന്നു. അക്കോർഡിംഗ് ടു ആൽബർട്ട് ഐൻസ്റ്റീൻസ് ഇക്വേഷൻ E=mc². ഞാൻ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ. മാറ്റർ പിന്നെ പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് ഇതൊക്കെ ആയിട്ട് മാറുന്നു. അതായത് ഇവരൊക്കെ എന്തിനു വേണം? ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇലക്ട്രോൺസും ഒക്കെ എന്തിനു വേണം? ആറ്റംസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വേണം അല്ലേ? അപ്പോൾ ജീവനുള്ള ഏതൊരു വസ്തുവാണല്ലോ അതിൻ്റെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്, ബയോളജിക്കലി പറയുകയാണെങ്കിൽ സെല്ലാണ് അല്ലേ? ആ സെല്ലിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? ആറ്റംസിൽ നിന്നാണ് അല്ലേ? സോ ഫസ്റ്റ് ഫോം ചെയ്യുന്നത് ആറ്റംസ് ആണ്. എങ്ങനെയാ? ബിഗ് ബാങ്ങിലൂടെ യൂണിവേഴ്സ് ഒക്കെ ഒറിജിനേറ്റ് ചെയ്തതിന് ശേഷം ആറ്റംസ് ആണ് യൂണിവേഴ്സിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ആറ്റംസ് ഫോം ചെയ്തു. ഇനി ആറ്റംസിൽ നിന്ന് എന്ത് ഫോം ചെയ്യണം? നമുക്ക് ഒരു സെല്ലാണ് ഫോം ചെയ്ത് കിട്ടണ്ടേ അല്ലേ? അപ്പോൾ ആറ്റംസിൽ നിന്ന് എന്ത് ഫോം ചെയ്യണം? ഇനി മോളിക്യൂൾസ് ഫോം ചെയ്യണം. പല ടൈപ്പിലുള്ള മോളിക്യൂൾസ്, ലൈക്ക് സ്റ്റാർട്ട് വിത്ത് ഇൻഓർഗാനിക് കെമിക്കൽസ് ഫോം ചെയ്യുന്നു. ഇൻഓർഗാനിക് കെമിക്കൽസിൽ നിന്ന് സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു. സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്ന് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു. കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്ന് ന്യൂക്ലിക് ആസിഡ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ന്യൂക്ലിക് ആസിഡ്സ് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതൊന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. ന്യൂക്ലിക് ആസിഡ്സ് ഇതിൻ്റെ ഫോർമേഷൻ ഒറിജിൻ ഓഫ് ലൈഫിലെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാം അല്ലേ? അപ്പോൾ നമുക്കറിയാം ന്യൂക്ലിക് ആസിഡ്സ് either DNA or RNA ആക്ട് ആസ് എ ജനറ്റിക് മെറ്റീരിയൽ ഇൻ ലിവിങ് സിസ്റ്റത്തിൽ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ന്യൂക്ലിക് ആസിഡ്സ് ആണ് അല്ലേ? DNA ആകാം, RNA ആകാം. ഇത് നമുക്ക് ഇപ്പോൾ അറിയാവുന്ന കാര്യം. അപ്പോൾ ഒരു ലിവിങ് ഓർഗാനിസത്തിൽ ഈ ന്യൂക്ലിക് ആസിഡ് മസ്റ്റ് ആയിട്ടും വേണം, എങ്കിലേ നമുക്ക് അതിനൊരു ലിവിങ് ഓർഗാനിസം എന്ന് വിളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ആൻഡ് ന്യൂക്ലിക് ആസിഡ്സിൽ നിന്ന് പ്രോട്ടോസെൽ എന്നൊരു കോൺസെപ്റ്റിലേക്ക് വരുന്നു. ഒരു പ്രോട്ടോസെല്ല് ഫോം ചെയ്യുന്നു. അതൊരു ഫുള്ളി ഡെവലപ്ഡ് സെല്ലൊന്നും അല്ല കേട്ടോ, ഒരു പ്രിമേച്ചർ സെല്ലെന്ന് വിളിക്കാം. ആ പ്രോട്ടോസെല്ല് പിന്നെ സെല്ലായിട്ട് മാറുന്നു. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഒന്നുകൂടെ പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് കൊടുത്തതേ ഉള്ളൂ. സോ ആറ്റംസിൽ തുടങ്ങി സെല്ലിൽ അവസാനിക്കുന്നു. ഓക്കെ, സോ ആറ്റംസ്, ഇൻഓർഗാനിക് കെമിക്കൽസ്, സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ്, കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ്, ന്യൂക്ലിക് ആസിഡ്സ്, പ്രോട്ടോസെൽ, സെല്ല് അല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞ ഈ സംഭവങ്ങളില്ലേ, ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത് യൂണിവേഴ്സിൻ്റെ, അല്ലെങ്കിൽ യൂണിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്തതിന് ശേഷം എർത്ത് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ ഈ പറഞ്ഞ ആറ്റംസിൻ്റെ ഫോർമേഷനും ഇൻഓർഗാനിക് കെമിക്കൽസിൻ്റെ ഫോർമേഷനും ഒക്കെ നടന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ, അതായത് സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് തൊട്ട് സെല്ല് ഫോം ചെയ്യുന്ന അത്രയും സ്റ്റെപ്സ് നടക്കുന്നത് വാട്ടർ മീഡിയത്തിലാണ്. ഒന്ന് ഓർത്ത് വെച്ചോ കേട്ടോ, വാട്ടർ മീഡിയത്തിലാണ്. അപ്പം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒറിജിൻ ഓഫ് ലൈഫിന് രണ്ട് ഇവൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് സ്റ്റേജസ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഫുള്ള് കെമിസ്ട്രിയാണ്, കെമിക്കൽ റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. സെക്കൻഡ് ഹാഫ്, ലാസ്റ്റ് ഹാഫാണ് ശരിക്കും ബയോളജിക്കലായിട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. ഫസ്റ്റ് ഹാഫ് എന്താണ്? ഫുള്ള് കെമിസ്ട്രിയാണ്. യൂണിവേഴ്സിൻ്റെ ഒറിജിൻ തൊട്ട് ആ സെല്ല് ഫോം ചെയ്ത് വരെയുള്ള കാര്യങ്ങൾ മൊത്തം കെമിസ്ട്രിയാണ്, കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഫുള്ള് നടക്കുന്നത് കേട്ടോ. അപ്പം യൂണിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും, അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഫോം ചെയ്യുന്ന ആറ്റംസ് ആണെന്ന്. ഫസ്റ്റ് ഫോംഡ് ആറ്റംസ് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ആയിരുന്നു കേട്ടോ. ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ആണ് ദ ഫസ്റ്റ് ഫോംഡ് ആറ്റംസ്, യൂണിവേഴ്സിൽ കാണപ്പെട്ട ആറ്റംസ്. ഹൈഡ്രജൻ ഏകദേശം 75%, ഹീലിയം 25% നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു അളവിലായിരുന്നു യൂണിവേഴ്സിൽ ഈ ആറ്റംസ് കാണപ്പെട്ടത്. സ്റ്റിൽ ഓൾമോസ്റ്റ് സെയിം ടുഡേ. ഇപ്പോഴും നമ്മുടെ യൂണിവേഴ്സിൽ ഇത്ര തന്നെ ഹൈഡ്രജനും ഇത്ര തന്നെ ഹീലിയം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ, സ്റ്റഡീസ് അനുസരിച്ച്. ആൻഡ് ഇനി നമുക്ക് എർത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് വരാം. അപ്പോൾ ഈ എർത്ത് ഒറിജിനേറ്റ് ചെയ്ത സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് എ ഹോട്ട് ബോൾ. ആൻഡ് ഗ്രാജുവലി ഈ എർത്തിനകത്ത് കൂളിംഗ് ആൻഡ് കണ്ടൻസേഷൻ നടക്കുന്നു. ഇത് നടക്കുന്ന മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടാണ് കേട്ടോ, പെട്ടെന്നൊന്നുമല്ല, ഗ്രാജുവലി ആണ് നടക്കുന്നത്. മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടാണ് ഈ കൂളിംഗ് ആൻഡ് കണ്ടൻസേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എർത്ത് ഫോം ചെയ്ത സമയത്ത് എർത്തിനകത്ത് ലൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും ഇല്ലായിരുന്നു. അപ്പം മെയിനായിട്ടും ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എർത്തിൽ ഒരു പ്രോപ്പർ അറ്റ്മോസ്ഫിയർ ഇല്ലായിരുന്നു. ദർ വാസ് നോ പ്രോപ്പർ അറ്റ്മോസ്ഫിയർ ഓൺ എർലി എർത്ത്. എർത്തിൽ പിന്നെ എന്താണ് ഉണ്ടായിരുന്നത്? ഭയങ്കര ടെമ്പറേച്ചർ ആയിരുന്നു അല്ലേ? ഭയങ്കര ടെമ്പറേച്ചർ ആയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ചില ഗ്യാസസ് ഉണ്ടായിരുന്നു. പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഗ്യാസസ് ആണ് ഞാൻ പറയുന്നത്. വാട്ടർ വേപ്പർ, മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ. ഓക്കെ, വാട്ടർ വേപ്പർ, മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ. ഞാൻ ഇവിടെ ഹൈഡ്രജനും കൂടെ ആഡ് ചെയ്യുവാണ്, H2. അപ്പം ഇത്രയും ആൾക്കാരാണ് എർത്തിൻ്റെ സർഫസിൽ പ്രിഡോമിനൻ്റ് ആയിട്ട്
ഉണ്ടായിരുന്നത്. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ വിട്ട് കളഞ്ഞാലും ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കണേ. വാട്ടർ വേപ്പർ, മീഥേൻ, അമോണിയ, ഹൈഡ്രജൻ, ഇവരെ വെച്ചിട്ട് നമുക്കൊരു എക്സ്പെരിമെൻ്റ് ഇനി പഠിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ എർത്തിൻ്റെ സർഫസിൽ, പ്രിമിറ്റീവ് എർത്തിൻ്റെ സർഫസിൽ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഗ്യാസസ് വാട്ടർ വേപ്പർ, മീഥേൻ, അമോണിയ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ആൻഡ് ദേ ആർ റിലീസ്ഡ് ഫ്രം ദ മോൾട്ടൺ മാസ് കവേർഡ് ദ സർഫസ്. അപ്പോൾ ശരിക്കും വോൾക്കാനിക് എറപ്ഷൻസിലൂടെ ആവാം ഈ കെമിക്കൽസ് ഒക്കെ, ഈ ഗ്യാസസ് ഒക്കെ എർത്തിൻ്റെ സർഫസിൽ ഫോം ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് വോൾക്കാനിക് എറപ്ഷൻസ്, കെമിക്കൽ റിയാക്ഷൻസ് ഒരുപാട് നടക്കുന്നുണ്ടല്ലേ. അപ്പം അങ്ങനെ ഈ കെമിക്കൽസ് ഒക്കെ ഫോം ചെയ്യുന്നു. അല്ലെങ്കിൽ വേറൊരു കോൺസെപ്റ്റ് ഞാൻ പറയാം. ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയ്ക്കുണ്ട് കേട്ടോ. ഈ ഹൈഡ്രജനും ഹീലിയവുമാണ് ഫസ്റ്റ് ഫോംഡ് ആറ്റംസ് ഞാൻ പറഞ്ഞില്ലേ. ഇതിൽ ഹൈഡ്രജൻ വാസ് മോർ റിയാക്റ്റീവ്. അപ്പോൾ പതുക്കെ പതുക്കെ യൂണിവേഴ്സിൽ അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫസിൽ ചില ആറ്റംസ് ഒക്കെ വരുന്നു. പല കെമിക്കൽ റിയാക്ഷൻസ് ലൈക്ക് നൈട്രജൻ, കാർബൺ, ഇവരൊക്കെ വരുന്നു. അങ്ങനെ ഹൈഡ്രജൻ മറ്റ് എലമെൻസുമായിട്ട് വേഗം വേഗം കമ്പൈൻ ചെയ്തിട്ട് ഈ മീഥേനും അമോണിയൊക്കെ ഫോം ചെയ്തു എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ അതുപോലെ ഈ വോൾക്കാനിക് എറപ്ഷൻസിലൂടെയൊക്കെ അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ദ UV റേസ് ഫ്രം ദ സൺ ബ്രോക്ക് അപ്പ് വാട്ടർ ഇൻടു, ആ വാട്ടർ വേപ്പറിനെ എന്താക്കി സ്പ്ലിറ്റ് ചെയ്യുന്നു? ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ആൻഡ് ദിസ് ഓക്സിജൻ കമ്പൈൻഡ് വിത്ത് അമോണിയ ആൻഡ് മീഥേൻ ടു ഫോം വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അതേഴ്സ്. ഇപ്പോൾ NCERT പറഞ്ഞിട്ടുള്ള 2 പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ആൻഡ് ദസ് ഓസോൺ ലെയർ വാസ് ഫോംഡ്. അപ്പോൾ ഓസോൺ നമ്മുടെ എർത്തിന് വേണ്ടിയിട്ടുള്ള, ലൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെയർ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഓസോൺ ലെയർ. അങ്ങനെ ഓസോൺ ലെയർ ഫോം ചെയ്യുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരുപാട് മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്ത് ഗ്രാജുവലി ഓരോ കാര്യങ്ങളും ലൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ എർത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ആ പ്രിമിറ്റീവ് എർത്തിൽ ഒരു അറ്റ്മോസ്ഫിയർ ഫോം ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പ്രിമിറ്റീവ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിനെ റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ എന്നാണ് വിളിക്കുക കേട്ടോ. എന്തുകൊണ്ടാണ് റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ എന്ന് വിളിക്കുന്നത്? ദർ വാസ് നോ ഫ്രീ ഓക്സിജൻ ഇൻ ദ പ്രിമിറ്റീവ് എർത്ത്. പ്രിമിറ്റീവ് എർത്തിൽ ഫ്രീ ഓക്സിജൻ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിനെ റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഇപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയറിനെ ഓക്സിഡൈസിങ് അറ്റ്മോസ്ഫിയർ എന്നാണ് വിളിക്കുക അല്ലേ. ഫ്രീ ഓക്സിജൻ അവൈലബിൾ ആണ്, ലൈഫ് സപ്പോർട്ടിങ് ഗ്യാസ് ഓക്സിജൻ അവൈലബിൾ ആണ്. സോ നൗ ദ അറ്റ്മോസ്ഫിയർ ഈസ് ഓക്സിഡൈസിങ്. ബട്ട് ദാറ്റ് ടൈം, പ്രിമിറ്റീവ് ടൈമിൽ അറ്റ്മോസ്ഫിയർ എന്തായിരുന്നു? റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത് കെയിം ഡൗൺ ഗ്രാജുവലി എർത്തിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് റീസൺസ് അതിന് പറയുന്നുണ്ട്. അതിലൊന്ന്, വെൻ ദ എർത്ത് സ്റ്റാർട്ടഡ് മൂവിങ് അവേ ഫ്രം ദ സൺ, ഈ കൂളിംഗ് ആൻഡ് കണ്ടൻസേഷൻ പ്രോസസ്സ് പതുക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു എർത്തിൽ. അങ്ങനെ എർത്തിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണ്, ഒരു ലൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചറിലേക്ക് ആകാൻ വേണ്ടിയിട്ടല്ലേ. പതുക്കെ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നു. ആൻഡ് കണ്ടൻസേഷൻ ഓഫ് വാട്ടർ വേപ്പർ റിസൾട്ടഡ് ഇൻ റെയിൻ. വാട്ടർ വേപ്പറിൻ്റെ കണ്ടൻസേഷൻ എന്തിന് കാരണമായി? റെയിന് കാരണമായി. അങ്ങനെ എർത്തിൽ മഴ ഉണ്ടാകുന്നു, ടെമ്പറേച്ചർ ഇങ്ങനെ കുറഞ്ഞു വന്നപ്പോൾ. സോ ഈ റെയിനിങ്ങിലൂടെ എന്താണ് സംഭവിച്ചത്? എർത്തിലുണ്ടായിരുന്ന ഡിപ്രഷൻസ് ഒക്കെ ഫില്ലപ്പായി. അങ്ങനെ ഓഷ്യൻസ്, റിവേഴ്സ്, സീസ് ഇതൊക്കെ ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ ഓഷ്യൻ ഫോം ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു വാട്ടർ മീഡിയം എർത്തിൽ ഫോം ചെയ്തത്, എർത്തിൽ ഉണ്ടായതാണ് മറ്റൊരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. കാരണം ഇനിയുള്ള റിയാക്ഷൻസ് എല്ലാം നടക്കുന്നത് ഈ വാട്ടർ മീഡിയത്തിലാണ്. ഈ വാട്ടർ മീഡിയത്തിലാണ് നമ്മുടെ ഫസ്റ്റ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതാണ് അതിശയകരമായ മറ്റൊരു കാര്യം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് തിയറീസ് നോക്കാം. തിയറീസ് ടു എക്സ്പ്ലെയിൻ ദ ഒറിജിൻ ഓഫ് ലൈഫ്. കുറേ തിയറീസ് NCERT കൊടുത്തിട്ടുണ്ട്. തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ, തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ, തിയറി ഓഫ് പാൻസ്പെർമിയ, തിയറി ഓഫ് ബയോജനസിസ് ആൻഡ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. അപ്പോൾ ഓരോന്നും 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് തിയറി സ്പെഷ്യൽ ക്രിയേഷൻ ആണ്. തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ വളരെ സിമ്പിൾ ആണ്. എന്താണ് ഇത് പറയുന്നത്? ഒരു സൂപ്പർ നാച്ചുറൽ പവർ, അതാണ് എന്ത് ക്രിയേറ്റ് ചെയ്തത്? ലൈഫ് ക്രിയേറ്റ് ചെയ്തത്. സോ ലൈഫ് വാസ് പുട്ട് ഹിയർ ബൈ സൂപ്പർ നാച്ചുറൽ ഓർ ഡിവൈൻ ഫോഴ്സ്. ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടായിരുന്നു, ഒരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് ഉണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ ഗോഡ് എന്ന് വിളിക്കുക അല്ലേ. അപ്പോൾ ഗോഡ് ഹാസ് ക്രിയേറ്റഡ് ലൈഫ് എന്ന ഒരു രീതിയിലേക്കാണ് ഈ ഒരു സ്പെഷ്യൽ ക്രിയേഷൻ തിയറി പോകുന്നത് കേട്ടോ. ആൻഡ് ഈ ഒരു തിയറി അനുസരിച്ച് ഓൾ ലിവിങ് ഓർഗാനിസംസ്, സ്പീഷീസ് ഓർ ടൈപ്സ്, എന്തായാലും എല്ലാ ലിവിങ് ഓർഗാനിസംസും അങ്ങനെ തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്ന ലിവിങ് ഓർഗാനിസംസ് എല്ലാം അങ്ങനെ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. അപ്പം ആ ഒരു ക്രിയേഷൻ്റെ സമയം തൊട്ട് അല്ലെങ്കിൽ ഇപ്പോൾ വരെ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഒരു ചേഞ്ചസും ഇല്ല. അതാണ് ഈ തിയറിയുടെ ഒരു പ്രത്യേകത കേട്ടോ. ഇറ്റ് സജസ്റ്റഡ് ദാറ്റ് ഡൈവേഴ്സിറ്റി വാസ് ഓൾവേസ് ദ സെയിം സിൻസ് എ ക്രിയേഷൻ. അപ്പോൾ ഓർഗാനിസംസ് ഒക്കെ, നമ്മളിപ്പോൾ കാണുന്ന ഓർഗാനിസംസ് ഒക്കെ എങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അവർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അവർക്കൊരു മാറ്റവും ഇല്ല. ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ അവർക്ക് മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല.
സിൻസ് ക്രിയേഷൻ ആൻഡ് വിൽ ബി ദ സെയിം ഇൻ ഫ്യൂച്ചർ ഓൾസോ. അപ്പോൾ ഇതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല അല്ലേ, സയന്റിഫിക്കലി നമ്മൾ ഡിസ്പ്രൂവ് ചെയ്ത തിയറിയാണ്. ഓർഗാനിസംസിൽ വേരിയേഷൻസ് ഇല്ല, ചേഞ്ചസ് ഇല്ല എന്നൊക്കെ പറയുന്നത് സയൻസ് പഠിച്ച് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് ദ എർത്ത് ഈസ് അബൌട്ട് 4000 ഇയേഴ്സ് ഓൾഡ്. ഈ തിയറി പറയുന്ന അനുസരിച്ച് എർത്തിന് വലിയ പ്രായമൊന്നുമില്ല. എർത്തിൻ്റെ പ്രായം എത്രയാണ്? 4000 ഇയേഴ്സ് ആണ്. പക്ഷെ സയന്റിഫിക്കലി സയൻറ്റിസ്റ്റിൻ്റെ സ്റ്റഡീസ് ഒക്കെ അനുസരിച്ച് നമ്മുടെ എർത്തിൻ്റെ പ്രായം ബില്യൺസ് ഓഫ് ഇയേഴ്സ് ആണല്ലേ. എത്രയാണ്? 4.6 4.5 മില്യൺസ് ഓഫ് ഇയേഴ്സ് ആണ് പറയുന്നവർ. ആൻഡ് ദിസ് തിയറി ഈസ് ബേസ്ഡ് ഓൺ ഫെയ്ത്ത് നോട്ട് ഫാക്ട്. ഒരു വിശ്വാസത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് അല്ലേ. പല തലമുറകളിലായി നമ്മൾ കൈമാറി വന്ന കുറേ സ്റ്റോറീസിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണിത്. അടുത്തത് തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ ആണ്. ഇത് പറയുന്നത് ലൈഫിൻ്റെ സ്പോണ്ടേനിയസ് ഒറിജിൻ ആണ്. എന്ന് പറഞ്ഞാൽ അതാ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു തിയറിയാണിത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ലൈഫ് കെയിം ഔട്ട് ഓഫ് ഡീക്കേയിങ് ആൻഡ് റോട്ടിങ് മാറ്റർ ലൈക്ക് സ്ട്രോ, മഡ് എക്സെട്ര. അരിസ്റ്റോട്ടിൽ ഇതിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടർ ആയിരുന്നു. ഇതിനെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്ത ആളാണ് അരിസ്റ്റോട്ടിൽ. അതായത് പഴകിയ മീറ്റിൽ നിന്നൊക്കെ മാഗോട്സ് വരില്ലേ. മാഗോട്സ് എന്ന് പറഞ്ഞാൽ ലാർവയാണ് കേട്ടോ. മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഫോം ചെയ്യില്ലേ ഈ പഴകിയ മീറ്റിൽ നിന്നും. അതേപോലെ തന്നെ ഇരുട്ടത്ത് ഒരു മൂലയ്ക്ക് വെച്ചിരിക്കുന്ന വീട്ടിൽ നിന്ന് മൈസ് താനെ ഇവോൾവ് ചെയ്യും, മൈസ് തന്നെ ഒറിജിനേറ്റ് ചെയ്യും. അങ്ങനെയുള്ള ബിലീഫ്സ്, വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത്. ആൻഡ് ചെളിയിൽ നിന്ന് പാമ്പൊക്കെ ഒറിജിനേറ്റ് ചെയ്യും. അങ്ങനെ സ്പോണ്ടേനിയസ് ജനറേഷൻ ആണ് പറയുന്നത്. സ്പോണ്ടേനിയസ് ജനറേഷൻ, സ്പോണ്ടേനിയസ് ഒറിജിൻ. ഇതിനെ നമുക്ക് തിയറി ഓഫ് എബയോജനസിസ് എന്ന് വിളിക്കാം കേട്ടോ. എബയോജനസിസ് എന്ന് പറഞ്ഞാൽ ലൈഫ് ഫ്രം നോൺ ലിവിങ്, ലൈഫ് ഫ്രം നോൺ ലിവിങ്. ഇനി അടുത്ത തിയറി ഓഫ് പാൻസ്പെർമിയ. ഇത് ഇപ്പോഴും ആസ്ട്രോണമേഴ്സിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് കേട്ടോ, പാൻസ്പെർമിയ. ഇത് പറയുന്നത് ലൈഫ് എർത്തിലൊന്നും അല്ല ഒറിജിനേറ്റ് ചെയ്തത്. ലിവിങ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ഫസ്റ്റ് ലിവിങ് ഒറിജിനേറ്റ് ചെയ്തത് എർത്തിലൊന്നും അല്ല. പിന്നെ എവിടെയാണ് അത് ഫോം ചെയ്തത്? എർത്തിന് പുറത്താണ്, ഔട്ടർ സ്പേസിൽ എവിടെയാണ്. ഓക്കെ, സോ ലൈഫ് വേറെ എവിടുന്നോ, ഔട്ടർ സ്പേസിൽ നിന്ന് എവിടുന്നോ എർത്തിലേക്ക് വന്നതാണ്. അതാണ് തിയറി ഓഫ് പാൻസ്പെർമിയ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആരാണ് ഇത് പ്രപ്പോസ് ചെയ്തത്? രണ്ട് സയൻറ്റിസ്റ്റിൻ്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ റിക്ടർ ഇൻ 1865 ആൻഡ് ലേറ്റർ ബൈ അറീനിയസ്. ഈ രണ്ട് സയൻറ്റിസ്റ്റും പാൻസ്പെർമിയ ആയിട്ട് കണക്ട് ചെയ്ത് പറയുന്നതാണ് കേട്ടോ. ഇപ്പം രണ്ടുപേരുടെയും പേര്. അപ്പോൾ ലൈഫ് കെയിം ഫ്രം ഔട്ട്സൈഡ്. അപ്പോൾ ഈ പാൻസ്പെർമിയ തിയറി അനുസരിച്ച് ലൈഫിൻ്റെ സീഡ്സ് ഉണ്ടായിരുന്നു. നമ്മൾ പീ പ്ലാന്റിൻ്റെയൊക്കെ സീഡ്സ് എന്ന് പറയുന്ന പോലെ ലൈഫിന് സീഡ്സ് ഉണ്ടായിരുന്നു. അതിനെ നമുക്ക് സ്പോർസ് എന്ന് വിളിക്കാം. സ്മോൾ യൂണിറ്റ്സ്. ഇപ്പോൾ ബയോളജി പഠിക്കുന്ന കുട്ടികൾക്കറിയാം സ്പോർസ് എന്താണെന്നല്ലേ. റീപ്രൊഡക്റ്റീവ് യൂണിറ്റ്സ് ആണ്. അവർ പല സ്ഥലത്തേക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ആകും. ഫേവറബിൾ കണ്ടീഷൻസിൽ ജോമിനേറ്റ് ചെയ്തിട്ട് പുതിയ ഓർഗാനിസമായിട്ട് മാറും അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുള്ളല്ലേ. അതുപോലെ ലൈഫും പണ്ട് സ്പോർസ് ആയിരുന്നു, സീഡ്സ് ആയിരുന്നു. അവർ സ്പേസിൽ നിന്ന് പല പ്ലാനറ്റ്സിലേക്ക് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയി പോയി, ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ടു പോയി. ഓക്കെ, അപ്പോൾ എർത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എർത്തിൽ ഫേവറബിൾ കണ്ടീഷൻസ് കിട്ടിയപ്പോൾ അവിടെ ജെർമിനേറ്റ് ചെയ്തു, പുതിയ ഓർഗാനിസമായിട്ട് മാറി. ഇതാണ് പാൻസ്പെർമിയ പറയുന്നത്. സ്പോർസിനെ നമുക്ക് കോസ്മോസോവ എന്ന് വിളിക്കാം. കോസ്മോസോവ എങ്ങനെയാണ് എർത്തിൽ എത്തിയിട്ടുണ്ടാവുക? ഒന്നുകിൽ മെറ്റിയോറൈറ്റ്സ് വഴി, അല്ലെങ്കിൽ ബൈ ദ പ്രഷർ ഫ്രം ദ സ്റ്റെല്ലാർ റേസ്. സ്റ്റെല്ലാർ റേസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർസിൻ്റെ റേസ് ആണ് കേട്ടോ, സ്റ്റാർസിൻ്റെ റേഡിയേഷൻസ്. അപ്പോൾ അതിൽ നിന്നുള്ള പ്രഷർ വഴിയാവാം ഈ കോസ്മോസോവ അല്ലെങ്കിൽ സ്പോർസ് എർത്തിൽ വന്നിട്ടുള്ളത്. ദ സ്പോർസ് or cosmosova have reached the earth by simply floating in space and traveling on meteorites. either meteorites ലൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും or by the pressure from stellar rays. ഇതാണ് തിയറി ഓഫ് പാൻസ്പെർമിയ പറയുന്നത്. അടുത്ത തിയറി ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിയറി. കുറച്ച് കണ്ടന്റ് ഉണ്ടെന്ന് തോന്നുന്ന ഒരു തിയറിയാണ് കേട്ടോ. ദാറ്റ് ഈസ് തിയറി ഓഫ് ബയോജനസിസ്. ബയോജനസിസ് എന്തായിരുന്നു? ലിവിങ് ഫ്രം നോൺ ലിവിങ് ഡെഡ് മാറ്റേഴ്സ്, ഡിക്കേയിങ് മാറ്റേഴ്സിൽ നിന്ന് ലിവിങ് ഓർഗാനിസംസ് ഫോം ചെയ്താണ് എബയോജനസിസ്. അപ്പോൾ ബയോജനസിസ് എന്താണ്? ലിവിങ് ഫ്രം ലിവിങ്. അപ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് ലൈഫിൽ നിന്ന് ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നു. അതാണ് ബയോജനസിസ് പറയുന്നത് അല്ലേ. കുറച്ചുകൂടെ നമുക്ക് നമ്മൾ കൺവിൻസ്ഡ് ആവുന്ന ഒരു തിയറിയാണ് തിയറി ഓഫ് ബയോജനസിസ്. ഇതിനു വേണ്ടി വർക്ക് ചെയ്ത കുറേ സയൻറ്റിസ്റ്റ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പേര്: ഫ്രാൻസിസ്കോ റെഡി, സ്പെലൻസാനി ആൻഡ് ലൂയിസ് പാസ്ചർ. ടെക്സ്റ്റ് ബുക്കിൽ ലൂയിസ് പാസ്ചറിൻ്റെ പേര് മാത്രമേ കൊടുത്തുള്ളൂ. പക്ഷേ ഇവർ രണ്ടുപേരും ലൂയിസ് പാസ്ചറിനെ പോലെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫ്രാൻസിസ്കോ റെഡി ആൻഡ് സ്പെലൻസാനി. ഇവരെന്താണ് ചെയ്തത്? സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിനെ അപ്പാടെ അങ്ങോട്ട് ഡിസ്പ്രൂവ് ചെയ്തു. എന്തായിരുന്നു സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി? ഡെഡ് മാറ്റേഴ്സിൽ നിന്ന് ലൈഫ് വരാം അല്ലെ, ഡീക്കേയിങ് മാറ്റേഴ്സ്, റോട്ടിംഗ് മാറ്റേഴ്സിൽ നിന്ന് ലൈഫ് വരാം. അതായിരുന്നു സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി. അത് അപ്പാടെ തള്ളിക്കളയുന്നതാണ് ഇവരുടെ എക്സ്പെരിമെന്റ്സ്. അപ്പോൾ ലൂയിസ് പാസ്റ്ററിന്റെ എക്സ്പെരിമെന്റ് ആണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്.
Louis Pasteur, by careful experimentation, demonstrated that life comes only from the pre-existing life. Life pre-existing life എന്ന് മാത്രമേ വരത്തുള്ളൂ, അല്ലാതെ ലൈഫ് ഒറിജിനേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസും ഇല്ല. അങ്ങനെ ഡെഡ് മാറ്റേഴ്സിൽ നിന്നോ ഡിക്കേയിങ് മാറ്റേഴ്സിൽ നിന്നും ലൈഫ് വരത്തില്ല. അപ്പം അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റ്, ആ എക്സ്പെരിമെൻറ്റിന് നമുക്ക് സ്വാൻ നെക്ക് നിങ്ങൾക്ക് കാണാവോ, സ്വാൻ നെക്ക് ഫ്ലാസ്ക് എക്സ്പെരിമെൻ്റ് എന്ന് വിളിക്കാം കേട്ടോ. സ്വാൻ നെക്ക് ഫ്ലാസ്ക് എക്സ്പെരിമെൻറ്റ് എന്ന് വിളിക്കാൻ കാരണം, സ്വാൻ എന്ന് പറഞ്ഞൊരു ബേർഡ് ഉണ്ട് കേട്ടോ, ഗൂഗിളിൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ബേർഡിൻ്റെ നെക്ക് ഒരു എസ് ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ച ഫ്ലാസ്ക്, എക്സ്പെരിമെൻറ്റിന് ഉപയോഗിച്ച ഫ്ലാസ്കിൻ്റെ നെക്ക് ഒരു എസ് ഷേപ്പിലായിരുന്നു, സ്വാൻ ബേർഡിൻ്റെ നെക്ക് പോലെ. അതുകൊണ്ടാണ് ഈ എക്സ്പെരിമെൻറ്റിന് നമ്മൾ സ്വാൻ നെക്ക് ഫ്ലാസ്ക് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഈ പിക്ചർ നോക്കൂ, ഇതാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്. ഇവിടെ നിങ്ങൾക്ക് ആ ഫ്ലാസ്ക് കാണാം, സ്വാൻ നെക്ക് ഫ്ലാസ്ക്, എസ് ഷേപ്പിലുള്ള നെക്കുള്ള ഫ്ലാസ്ക്. ഓക്കെ, ഇനി ഈ ഫ്ലാസ്ക് അദ്ദേഹം പ്രീ സ്റ്റെറിലൈസ് ചെയ്യുന്നു, നന്നായിട്ട് ഹീറ്റ് അപ്ലൈ ചെയ്തിട്ട് അതിലുള്ള മൈക്രോ ഓർഗാനിസംസിനെയൊക്കെ കില്ല് ചെയ്ത് കളയുന്നു. എന്നിട്ട് കിൽഡ് ഈസ്റ്റ് സെൽസിനെയാണ് ഇതിൽ എടുക്കുന്നത്. എന്തിനാണ് കിൽഡ് ഈസ്റ്റ് സെൽസിനെ എടുക്കുന്നത്? ഡെഡ് മാറ്റേഴ്സിൽ നിന്ന്, ഡെഡ് ഓർഗാനിസംസിൽ നിന്ന് ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ഹീറ്റ് അപ്ലൈ ചെയ്യുന്ന ഇവിടെ കാണാൻ പറ്റും. ഈസ്റ്റ് സെൽസ് ഇതിലുണ്ടല്ലേ, കില്ല് ചെയ്യപ്പെട്ടുള്ള ഈസ്റ്റ് സെൽസ് ഉണ്ട്. ആൻഡ് സ്റ്റെറിലൈസ്ഡ് ഫ്ലാസ്ക് ആണിത്. എന്നിട്ട് ഈ ഫ്ലാസ്കിനെ കുറേ ദിവസം അങ്ങനെ തന്നെ വെക്കുന്നു. ഓക്കെ, അങ്ങനെ വെച്ച ശേഷം കുറേ ദിവസം കഴിഞ്ഞ ശേഷം ഫ്ലാസ്കിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിൽ മൈക്രോ ഓർഗാനിസംസ് ഒന്നും അദ്ദേഹം ഒബ്സർവ് ചെയ്യുന്നില്ല, നോ ബാക്ടീരിയ പ്രസൻറ്റ്. ഓക്കെ, ഇനി മറ്റൊരു മെത്തേഡ് അദ്ദേഹം നോക്കിയത്, സെയിം ഫ്ലാസ്കിൽ കിൽഡ് ഈസ്റ്റ് സെൽസിനെ എടുക്കുന്നു. എന്നിട്ട് ഈ ഫ്ലാസ്കിൻ്റെ നെക്ക് അങ്ങോട്ട് റിമൂവ് ചെയ്യുന്നു കേട്ടോ, നെക്ക് റിമൂവ് ചെയ്ത് കളഞ്ഞു, അതായത് ഈ എസ് നെക്ക് റിമൂവ് ചെയ്തു. എന്നിട്ട് അതിനെ കുറേ ദിവസങ്ങൾ സിറ്റ് ചെയ്യാൻ വെച്ചു. എന്നിട്ട് ഒബ്സർവ് ചെയ്തപ്പോൾ മൈക്രോ ഓർഗാനിസംസിനെ കണ്ടു, ബാക്ടീരിയ പ്രസൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു മെത്തേഡ് അദ്ദേഹം ചെയ്തത്, ഈ ഫ്ലാസ്കിനെ അദ്ദേഹം ഒന്ന് ടിൽറ്റ് ചെയ്ത് വെച്ചു, ഒന്ന് ചെരിച്ചു വെച്ചു നോക്കി. അപ്പം പ്രീ സ്റ്റെറിലൈസ്ഡ് ഫ്ലാസ്ക് ആണ്, കിൽഡ് ഓർഗാനിസംസ് ആണുള്ളത്. എന്നിട്ട് ആ ഫ്ലാസ്കിനെ ഒന്ന് ചെരിച്ചു വെച്ച് കഴിഞ്ഞപ്പോഴും കുറേ ദിവസം കഴിഞ്ഞപ്പോൾ മൈക്രോ ഓർഗാനിസംസിൻ്റെ പ്രസൻസ് അദ്ദേഹത്തിന് കാണാൻ പറ്റി. അപ്പോൾ അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത്, ശരിക്കും ഈ എസ് നെക്ക് ഫ്ലാസ്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാസ്കിനെ നന്നായിട്ട് സീൽ ചെയ്ത് വെക്കും അല്ലേ, എയറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാതെ വെക്കും. അതുകൊണ്ടാണ് മൈക്രോ ഓർഗാനിസംസിന് ഇതിനകത്തേക്ക് കടക്കാൻ പറ്റാതിരുന്നത് അല്ലേ, ഈ ഫസ്റ്റ് കണ്ടീഷനിൽ. സെക്കൻഡ് ആൻഡ് തേർഡ് കണ്ടീഷനിൽ ഈ ഫ്ലാസ്ക് എയറുമായിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട് ഫ്ലാസ്കിന് അല്ലേ. ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചു ഫ്ലാസ്ക്, ഇവിടെ അതൊന്ന് ചെരിച്ചു വെച്ചു. അപ്പോൾ മൈക്രോ ഓർഗാനിസംസിന് ഇതിലൂടെ ഇങ്ങനെ ഇങ്ങോട്ട് കയറാനായിട്ട് പറ്റും. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് മൈക്രോ ഓർഗാനിസംസിന് ഇതിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെ നമ്മുടെ ലൂയിസ് പാസ്റ്റർ കൺക്ലൂഡ് ചെയ്യുകയാണ്, ലൈഫ് കംസ് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്. ഒരു പ്രീ എക്സിസ്റ്റിംഗ് ലൈഫിൽ നിന്ന് ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നുള്ളൂ. അടുത്ത തിയറി ഏതാണ്? തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷൻ. ആൻഡ് ദിസ് ഇസ് എ വൈഡ്ലി അക്സെപ്റ്റഡ് തിയറി ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ്. കുറച്ചുകൂടെ നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള തിയറിയാണ്, ബയോജനസിസിനേക്കാളും കുറച്ചുകൂടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു തിയറിയാണ് കെമിക്കൽ എവല്യൂഷൻ. ആൻഡ് ഇറ്റ് ഈസ് പുട്ട് ഫോർവേഡ് ബൈ 2 സയൻറ്റിസ്റ്റ്, ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയ്ൻ. ഇവരുടെ പേര് മറക്കരുത് കേട്ടോ, ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയ്ൻ എന്ന 2 സയൻറ്റിസ്റ്റാണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. ഈ തിയറി അനുസരിച്ച് ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നത് കുറേ കെമിക്കൽ റിയാക്ഷൻസിലൂടെയാണ്. കെമിക്കൽ എവല്യൂഷൻ കേൾക്കുമ്പോൾ അറിയാലേ, കുറേ കെമിക്കൽ റിയാക്ഷൻസിലൂടെയാണ്. ലൈഫ് ഒറിജിനേറ്റഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസ് ലൈക്ക് RNA, പ്രോട്ടീൻസ് എക്സെട്ര. അപ്പോൾ എന്താണ് കെമിക്കൽ എവല്യൂഷൻ തിയറി പറയുന്നത്? ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നത് പ്രീ എക്സിസ്റ്റിംഗ് നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്നാണ്. ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്നാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത്, ലൈക്ക് RNA, പ്രോട്ടീൻസ് എക്സെട്ര. ഇതിനെ നമുക്ക് ബയോ കെമിക്കൽ ഒറിജിൻ ഓഫ് ലൈഫ് എന്നും വിളിക്കാം കേട്ടോ. ഈ കെമിക്കൽ എവല്യൂഷൻ തിയറി അനുസരിച്ച് ലൈഫിൻ്റെ ഒറിജിനെ നമുക്ക് ബയോ കെമിക്കൽ ഒറിജിൻ എന്ന് വിളിക്കാം. ബിക്കോസ് ഇറ്റ് ഹാസ് 2 സബ്സിക്വൻറ്റ് ഈവൻറ്റ്സ്. 2 മെയിൻ സ്റ്റേജസ് ആണുള്ളത്, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഒന്ന് കെമിക്കൽ എവല്യൂഷൻ, മറ്റത് ബയോളജിക്കൽ എവല്യൂഷൻ. അത് രണ്ടും കൂടെ ചേർത്താണ് ബയോ കെമിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒറിജിൻ ഓഫ് ലൈഫ് അല്ല പറയുന്നത്, അത് ബയോ കെമിക്കൽ എവല്യൂഷൻ ആണ്. അപ്പോൾ ഒറിജിൻ ഓഫ് ലൈഫിന്റെ ഫസ്റ്റ് ഹാഫ് എന്താണ്? കെമിക്കൽ എവല്യൂഷൻ ആണ്. റെസ്റ്റ് ഹാഫ് എന്താണ്? ബയോളജിക്കൽ എവല്യൂഷൻ ആണ്. അപ്പോൾ കെമിക്കൽ എവല്യൂഷൻ എന്താണ്? ഇതാണ് കെമിക്കൽ എവല്യൂഷൻ. ഞാൻ ഫസ്റ്റ് ഒരു സ്ലൈഡിൽ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ തരാമെന്ന്. അപ്പോൾ ആറ്റംസിൽ നിന്ന് ഇനോർഗാനിക് കെമിക്കൽസ് ഉണ്ടാകുന്നു, പിന്നെ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ്, കോംപ്ലക്സ്ഡ് ഓർഗാനിക് മോളിക്യൂൾസ്, പിന്നെ അതൊക്കെ ചേഞ്ച് ചെയ്ത് എന്തായിട്ട് മാറുന്നു? സെല്ലായിട്ട് മാറുന്നു അല്ലേ. അതാണ് കെമിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം, ഈ ആറ്റംസ്
ഇനോർഗാനിക് കെമിക്കൽസ് ആയിട്ട് മാറുന്നു. ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിലാണ് കേട്ടോ. പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിലാണ് നടക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നത് വാട്ടർ മീഡിയത്തിലാണ്. സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്, കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്, സെല്ലിന്റെ ഫോർമേഷൻ വരെ എല്ലാം നടക്കുന്നത് വാട്ടർ മീഡിയത്തിലാണ്. ബിക്കോസ് ഈ ഒരു സമയമായപ്പോഴത്തേക്ക് ഈ ഇനോർഗാനിക് കെമിക്കൽസ് എർത്തിന്റെ സർഫസിൽ ഉണ്ടായിരുന്ന കെമിക്കൽസ് ലൈക്ക് അത് ആരൊക്കെയാണ്? ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഹൈഡ്രജൻ, മീഥേൻ, ഈ പേര് എപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ, ഈ പേരുകൾ. ഹൈഡ്രജൻ, മീഥേൻ, അമോണിയ, വാട്ടർ വേപ്പർ, H2O. ഇതാണ് പ്രിമിറ്റീവ് എർത്ത് സർഫസിൽ ഉണ്ടായിരുന്നത്, പ്രിഡോമിനൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. ആണ് ആ ഇനോർഗാനിക് കെമിക്കൽസ് ഇവരാണ് കേട്ടോ. ഇവര് ഈ എർത്തിന്റെ ഗ്രാജുവൽ കണ്ടൻസേഷൻ ആൻഡ് കൂളിങ്ങിലൂടെ എന്തുണ്ടായി? മഴയുണ്ടായി. അപ്പോൾ മഴയുണ്ടായി കഴിഞ്ഞപ്പോൾ ഈ കെമിക്കൽസ് റെയിൻ വാട്ടറിലൂടെ എവിടെ എത്തി? ഓഷ്യൻസിലെത്തി, വാട്ടർ മീഡിയത്തിലെത്തി. അപ്പോൾ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലുണ്ടായിരുന്ന, അറ്റ്മോസ്ഫിയർ എന്ന് പറയാൻ പറ്റില്ല, എർത്തിന്റെ സർഫസിലുണ്ടായിരുന്ന ഈ സംഗതികളൊക്കെ എവിടെ എത്തി? വാട്ടർ മീഡിയത്തിലെത്തി. ഓക്കെ. ഇനി വാട്ടർ മീഡിയത്തിലാണ് ബാക്കിയുള്ള എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനും നടക്കാൻ പോകുന്നത്. ഒരു മീഡിയം വേണമായിരുന്നു ഈ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട്. അത് വാട്ടർ മീഡിയം ആണ് അല്ലേ. അപ്പോൾ ഈ വാട്ടർ മീഡിയത്തിലെത്തിയ ഇൻഓർഗാനിക് കെമിക്കൽസിൽ നിന്ന് കെമിക്കൽ റിയാക്ഷൻസിലൂടെ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു. സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന മോളിക്യൂൾസ് പെട്ടെന്ന് എന്തൊക്കെയാണ്? ഷുഗർ, അമിനോ ആസിഡ്സ്, ഇതൊക്കെ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ആണ് അല്ലേ. ആൻഡ് സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് എന്ന് പിന്നെ എന്ത് ഫോം ചെയ്യുന്നു? കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു, ലൈക്ക് പ്രോട്ടീൻസ്. ഞാൻ എളുപ്പത്തിന് കുറെ എഴുതുവാണ്. പ്രോട്ടീൻസ്, ദെൻ പോളിസാക്കറൈഡ്സ് ഒക്കെ ഫോം ചെയ്യുന്നു. ഓക്കെ. ദെൻ കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്ന് ന്യൂക്ലിക് ആസിഡ്സ് ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. ന്യൂക്ലിക് ആസിഡ്സ് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസിനകത്ത് വരുന്നതാണ് അല്ലേ. ന്യൂക്ലിക് ആസിഡ്സ് DNA ഓർ RNA. ഞാൻ എന്തുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്? ബിക്കോസ് ഓൾറെഡി ഞാൻ പറഞ്ഞു, ന്യൂക്ലിക് ആസിഡ് ഫോർമേഷൻ ഒറിജിൻ ഓഫ് ലൈഫിൽ ഒരു മൈൽ സ്റ്റോൺ ആണ് അല്ലേ. ഒരു ലിവിങ് എന്ന് പറയുമ്പോൾ അതിലൊരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവണം, വെതർ DNA ഓർ RNA ആണ് ഫസ്റ്റ് ഫോംഡ് ന്യൂക്ലിക് ആസിഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ന്യൂക്ലിക് ആസിഡിന്റെ ഫോർമേഷൻ നടന്നു. ദാറ്റ് ഈസ് എ മൈൽ സ്റ്റോൺ ഇൻ ദ ഒറിജിൻ ഓഫ് ലൈഫ്. ഓക്കെ. ആൻഡ് പിന്നെ എന്താണ് ഫോം ചെയ്യുന്നത്? ക്വയാസോവേസ് ഓർ മൈക്രോസ്ഫിയേഴ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുകൂടെ നോട്ട് ചെയ്തു. ക്വയാസോവേസ് ഓർ മൈക്രോസ്ഫിയേഴ്സ് എന്ന് പറയുന്നത് അഗ്രിഗേഷൻ ഓഫ് ദീസ് മാക്രോമോളിക്യൂൾസ് ആണ് കേട്ടോ. ഈ വലിയ മോളിക്യൂൾസ് ഇല്ലേ, ഓർഗാനിക് മോളിക്യൂൾസ്, കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ഒക്കെ അഗ്രിഗേറ്റ് ചെയ്തു, ഇൻക്ലൂഡിങ് ന്യൂക്ലിക് ആസിഡ്സ്. ഇവരൊക്കെ അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ ആയിട്ട് മാറുന്നു. അതിനെ നമുക്ക് ക്വയാസർവേറ്റ്സ് എന്ന് വിളിക്കാം. ഒപ്പാരിൻ ആൻഡ് ഹാൽഡൈൻ വിളിച്ചത് ക്വയാസർവേറ്റ്സ് എന്നാണ്, അല്ലെങ്കിൽ അതിനെ മൈക്രോസ്ഫിയേഴ്സ് എന്ന് വിളിക്കാം. വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ, മൈക്രോസ്ഫിയേഴ്സ് എന്ന് വിളിച്ചത് സിഡ്നി ഫോക്സ് ആണ്. സിഡ്നി ഫോക്സ് എന്ന സയന്റിസ്റ്റ് ആണ് ഈ ഇവരെ മൈക്രോസ്ഫിയേഴ്സ് എന്ന് വിളിച്ചത്. അതായത് ഒരു ഫോസ്ഫോഡ് ലിപ്പിഡ് ബൈലെയർ ഒരു സ്ട്രക്ചറിന് ചുറ്റും ഫോം ചെയ്യപ്പെട്ടിരുന്നു എന്നാണ്. നമുക്കറിയാം സെൽ മെംബ്രെയിനിന്റെ കോമ്പണന്റ് എന്ന് പറയുന്നത്, മേജർ കോമ്പണന്റ് എന്ന് പറയുന്നത് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണല്ലേ. അപ്പൊ അങ്ങനെ ഒരു സംഗതി ഈ ഒരു മൈക്രോസ്ഫിയേഴ്സിലും കാണപ്പെട്ടു. അത് തന്നെ പ്രോട്ടോസെല്ലിലും മൈക്രോസ്ഫിയേഴ്സ് പിന്നെ എന്തായിട്ട് മാറുന്നു? പ്രോട്ടോസെൽ അല്ലെങ്കിൽ പ്രോട്ടോ ബയോണ്ട് ആയിട്ട് മാറുന്നു. അതൊരു പ്രോപ്പർ സെല്ലെന്ന് വിളിക്കാനായിട്ട് നമുക്ക് പറ്റില്ല, ബിക്കോസ് ഒരു സെല്ലിനകത്ത് വേണ്ട എല്ലാ സംഗതികളൊന്നും അതിലില്ലായിരുന്നു, പ്രോട്ടോസെല്ലിൽ ഇല്ലായിരുന്നു. ആൻഡ് ഫസ്റ്റ് ഫോംഡ് പ്രിമേച്വർ സെൽ എന്നൊക്കെ നമുക്ക് ഇതിനെ വിളിക്കാം, പ്രോട്ടോസെൽ ഓർ പ്രോട്ടോ ബയോണ്ട്. സെല്ലാണോ എന്ന് ചോദിച്ചാൽ സെല്ല് പോലെയാണ് ഇരിക്കുന്നത്, എന്നാൽ കംപ്ലീറ്റ് ഒരു സെല്ലാണോ? അല്ല. അപ്പോൾ ഫസ്റ്റ് ഫോംഡ് സെൽസ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്തിനാണ്? ഏത് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസിനെയാണ്? ബാക്ടീരിയനെയാണ്. ഇപ്പോൾ ഫുള്ളി ഡെവലപ്ഡ് സെൽ എന്ന് പറയുമ്പോൾ ആ സെല്ലിനകത്ത് വേണ്ട എല്ലാ കാര്യങ്ങളും, ജനറ്റിക് മെറ്റീരിയലിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള മെംബ്രെയിൻ, ന്യൂക്ലിയർ മെംബ്രെയിൻ, പിന്നെ ഓൾ ദ സെല്ലുലാർ ഓർഗനലീസ്, അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ളതാണ് ഒരു ഫുള്ളി ഡെവലപ്ഡ് സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും വരെയുള്ള കാര്യങ്ങൾ നടക്കുന്ന എവിടാണ്? ഓഷ്യാനിക് വാട്ടറിലാണ്, വാട്ടർ മീഡിയത്തിലാണ്. അപ്പൊ എവിടാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? വാട്ടറിലാണ്. സോ വി ക്യാൻ സേ ദാറ്റ് സീ ഈസ് ദ മദർ ഓഫ് ലൈഫ് അല്ലേ. അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് കെമിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്നത്, ആറ്റംസിൽ തുടങ്ങി സെല്ല് വരെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്ന് പഠിക്കണം കേട്ടോ. ആറ്റംസ് എന്തായിട്ട് മാറുന്നു? ഇനോർഗാനിക് കെമിക്കൽസ് ആയിട്ട് മാറുന്നു. അപ്പോൾ അവർ റെയിൻ വാട്ടറിലൂടെ വാട്ടർ മീഡിയത്തിലേക്ക് എത്തുന്നു, അതായത് ഓഷ്യാനിക് വാട്ടറിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് കുറേ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു. എന്നിട്ട് ഇനോർഗാനിക് കെമിക്കൽസിൽ നിന്ന് സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടാകുന്നു. സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്ന് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടാകുന്നു. പിന്നെ ന്യൂക്ലിക് ആസിഡ്സ് ആകുന്നു. ന്യൂക്ലിക് ആസിഡ്സിന്റെ ഫോർമേഷൻ നടക്കുന്നു. ആൻഡ് ക്വയാസർവേറ്റ്സ്
അല്ലെങ്കിൽ മൈക്രോസ്ഫിയേഴ്സ് എന്ന സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. അഗ്രഗേഷൻ ഓഫ് ദീസ് മാക്രോമോളിക്യൂൾസ് ആണ് കേട്ടോ. എന്നിട്ട് പ്രോട്ടോ സെല്ല് ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോട്ടോ ബയോൺ ഫോം ചെയ്യുന്നു, ആൻഡ് ദെൻ സെല്ല് ഫോം ചെയ്യുന്നു. ഓക്കെ. ആൻഡ് ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയ്ൻ നമ്മുടെ പ്രിമിറ്റീവ് ഓഷ്യൻസിനെ വിളിച്ച ഒരു പേരുണ്ട്, അതുകൂടെ ഞാനിവിടെ എഴുതുകയാണ്. ഹോട്ട് ഡൈലൂട്ട് സൂപ്പ് എന്നാണ് കേട്ടോ നമ്മുടെ പ്രിമിറ്റീവ് ഓഷ്യൻ അവർ വിളിച്ചത്. ഇത്രയും കെമിക്കൽ റിയാക്ഷൻസ് അവിടെ നടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. ഹോട്ട് ഡൈലൂട്ട് സൂപ്പ്. പ്രിമിറ്റീവ് ഓഷ്യനെ വിളിച്ച പേരാണ്, ആരാണ് വിളിച്ചത്? ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയ്ൻ. ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയ്ൻ ഇവർ വിളിച്ച പേരാണ് പ്രിമിറ്റീവ് ഓഷ്യനെ ഹോട്ട് ഡൈലൂട്ട് സൂപ്പ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കെമിക്കൽ എവല്യൂഷൻ. ഇനി എന്താണ് ബയോളജിക്കൽ എവല്യൂഷൻ? സെല്ല് ഫോം ചെയ്തു, ഇനി ആ സെല്ലിൽ നിന്ന് ഡൈവേഴ്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ റെസ്റ്റ് ഹാഫ് ഓഫ് ദി സ്റ്റോറി ഈസ് ബയോളജിക്കൽ എവല്യൂഷൻ. അതിനെ നിങ്ങൾക്ക് പോകെ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സെഷനിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു എക്സ്പെരിമെൻ്റ് ആണ്, യുറേ ആൻഡ് മില്ലർ എക്സ്പെരിമെൻറ്റ് ടു സപ്പോർട്ട് കെമിക്കൽ എവല്യൂഷൻ. ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയ്ൻ പ്രപ്പോസ് ചെയ്ത കെമിക്കൽ എവല്യൂഷൻ തിയറി ഇല്ലേ, അതിനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.